എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ നേരെ വൈകുന്നേരമാകങ്ങ കടപ്പുറത്തേക്ക് പോകണം. പശ്ചിമ ചക്രവാളത്തിലേക്ക് മുഖമൊളിപ്പിക്കാൻ കൊടുന്ന അരുണകിരണങ്ങളോട് താഴ്ന്നിറങ്ങുന്ന സൂര്യനെ നിങ്ങൾ കാണണം. സൂര്യാസ്തമയം നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് പാതിരാ സമയത്ത് നീ താമസിക്കുന്ന നിന്റെ വീടിന്റെ മുറ്റത്തിറങ്ങി നിന്നിട്ട് ആകാശത്തിലേക്ക് നീ ഒന്ന് നോക്കി നോക്ക്. ആകാശം കാണാൻ എത്ര സൗന്ദര്യമാ! അല്ലാഹു പറയാ, ഒരു പ്രാവശ്യമല്ല. അഫലം യൻളുറൂ ഇല സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അഫലം യൻളുറൂ ഇല സമാഇ ഫൗകഹും, നിങ്ങളിൽ മുകളിലുള്ള ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? ആകാശത്തെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവേ കൈഫ ബനൈനാഹാ, എങ്ങനെയാണ് അല്ലാഹു ഈ ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? വസയ്യനാഹാ, എങ്ങനെയാണ് അല്ലാഹു ഈ ആകാശത്തെ സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നത്? പാതിരാ സമയത്ത് ആകാശത്തിന്റെ ഇള്ളയിൽ കരിമ്പോത്തിന്റെ കാളക്കണ്ണ് പോലെ തിളങ്ങുന്ന, തീവെട്ടികോളം പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ? ഇന്നത്തെ ആകാശത്തിന്റെ കാഴ്ചയല്ല നാളെ കാണുക, നാളത്തെ കാഴ്ചയല്ല മറ്റന്നാള്, 14 രാവിലെ പൗർണമി ചന്ദ്രന്റെ കാഴ്ചയല്ല 15 നാളില്. തേങ്ങാപ്പൂള് പോലെ തുടങ്ങി അർദ്ധവൃത്താകൃതിയിൽ വന്ന് പിന്നെ പൂർണ്ണചന്ദ്രനായി മാറി നിൽക്കുന്ന ആകാശത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലാഹു പറയാ, സുമ്മർജിൽ ബസറ കർറത്തൈൻ, പരപ്രാവശ്യം നീ മാറി മാറി നോക്ക്. നിന്റെ 5ാമത്തെ വയസ്സ് മുതൽ നീ മരിക്കുന്നതിന്റെ തലേന്ന് വരെ നോക്കിക്കിടന്നാലും ഓരോ ദിവസവും ആകാശത്തിലെ കാഴ്ചകൾ വ്യത്യസ്തമാ, ആകാശത്തിന്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാര്, അള്ളാനെ അറിയുക എന്ന ആഗ്രഹത്തോടെ രാത്രിയിൽ വീട്ടിൽ നിന്നിട്ട് മേലോട്ട് നോക്കുമോ? അള്ളാഹു നിനക്ക് ഇബാദത്തിന്റെ പ്രതിഫലം തരും. ഞങ്ങളെ അള്ളാഹു നമുക്ക് കണ്ണുകളെ തന്നത് പടച്ചറപ്പിന്റെ ദിട്ടാൻ ഞങ്ങളെ കാണാനാ. അഫലം യൻളുറൂ ഇല സമാ, നിങ്ങൾ അല്ലാഹുവിന്റെ ആകാശത്തിലേക്ക് നോക്കാത്തതെന്താ? പർവ്വതങ്ങളെ നിങ്ങൾ നോക്കാത്തതെന്താ? ഒട്ടകങ്ങളെ നിങ്ങൾ പഠിക്കാത്തതെന്താ? നിങ്ങൾ ഈ മിന്നൽ പിടരുകളെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ എന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിട്ടാന്തങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.